നമസ്കാരം. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ദുബായിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നും ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലെത്തി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ബിസിനസ് രംഗത്ത്, എസ്പെഷ്യലി വിദ്യാഭ്യാസ രംഗത്ത് വളരെ ശ്രദ്ധേയനായി മാറിയ ഒരാളാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി, ശ്രീ നൗഷാദ് കണിയാപ്പാടി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. സപ്തഭാഷാ സംഗമം, ആ ഒരു സംഗമ ഭൂമിയിലാണ് ബദിയടുക്ക. തീർച്ചയായിട്ടും ബദിയടുക്കയിലാണ് ജന്മദേശം. അതെ. ഉപ്പാക്ക് എന്ത് ജോലിയായിരുന്നു? ഉപ്പ ഒരു പഴയകാല കോൺട്രാക്ടറായിരുന്നു. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഉപ്പാടത്. അതെ. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ മൂന്നാമത്തെ മകനാണ്. 2 ജ്യേഷ്ഠന്മാർ ഉണ്ട്. മൂത്ത ആൾ സലാം കന്യപ്പാടി എന്ന ആൾ, അതിനിളയത് മുഷ്താഖ് കന്യപ്പാടി, അതിനിളയതാണ് ഞാൻ. ശരിക്കും വളരെ കുട്ടിക്കാലം മുതലേ ഉപ്പാട രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തിൽ പ്രവർത്തിക്കുന്നത് നോക്കി കണ്ടു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഉപ്പാൻ്റെ ഒരു രാഷ്ട്രീയ ജീവിത രീതി തന്നെയായിരുന്നു നമ്മളുടെ മാർഗദർശി. അതോടൊപ്പം ജ്യേഷ്ഠനും രാഷ്ട്രീയ രംഗത്ത് മികച്ച പ്രവർത്തനമായിരുന്നു. ജീവകാരുണ്യ രംഗത്ത്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ സഹായിക്കുന്ന കാര്യത്തിലെല്ലാം വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് അവർ ഞാൻ കണ്ടുപഠിച്ചത്. അപ്പോൾ ആ ഒരു ചുറ്റുപാടിൽ എനിക്കും അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന്, വിദ്യാഭ്യാസത്തോടൊപ്പം മറ്റുള്ള കാര്യങ്ങളിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇതിൽ ശ്രദ്ധകരിക്കണമെന്ന ഒരു ആഗ്രഹമുണ്ടായിരുന്നു വിദ്യാഭ്യാസകാല സമയത്ത് തന്നെ. പിന്നെ ആ ഒരു അതോടൊപ്പം പഠിത്തത്തോടൊപ്പം അങ്ങനെ ആ ഒരു ലെവലിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കടന്നു വന്നത്. തീർച്ചയായിട്ടും. അതെ അതെ, KSUയിലൂടെയാണ്. സ്കൂൾ വിദ്യാഭ്യാസം THS നയമാർമൂല എന്ന സ്കൂളിലായിരുന്നു പഠിച്ചത്. തുടർന്ന് +2 അവിടെ തന്നെ ചെയ്തു. ഡിഗ്രി കാലയളവ് നളന്ദ കോളേജിലാണ് ചെയ്തത്. അപ്പോൾ അവിടെ SFI, MSF അതുപോലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഉണ്ടാകുന്ന സ്ഥലത്ത് KSUവിൻ്റെ ഒരു തുടക്കമില്ലായിരുന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ KSU രൂപീകരിക്കുകയും പിന്നെ തുടർന്നുള്ള കാലവർഷത്തിൽ തന്നെ യൂണിയൻ ചെയർമാനാകുകയും എനിക്ക് ചെയ്യാനും കഴിഞ്ഞു. അപ്പോൾ ആ ഒരു തുടക്കം എനിക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയ രംഗത്ത് തന്നെ നല്ലൊരു മാറ്റമാണ് ഉണ്ടായിരുന്നത്. പിന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമാകാൻ കഴിഞ്ഞു. പിന്നീടുള്ള കാലങ്ങളിൽ പിന്നെ പ്രവാസി രംഗത്തേക്കാണ് കടന്നു വന്നത്. ശരിക്കും ഉപ്പായിൽ നിന്ന് പഠിച്ച ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം എന്തൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും രാഷ്ട്രീയ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ പലരും അവരവരുടെ ലാഭത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഉപ്പ നമുക്കൊരു പ്രത്യേക കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വന്തമായ ഒരു വരുമാന രീതികൾ ഉണ്ടാക്കണം. അതോടൊപ്പം ആയിരിക്കണം നമ്മൾ രാഷ്ട്രീയമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ മുതലെടുക്കാനുള്ള രീതി നമ്മൾ നോക്കാൻ പാടില്ല. രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ, മറ്റുള്ളവരെന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വളർന്നു വരുമ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു സ്വാർത്ഥത നിലയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഒരു സ്വാർത്ഥ നിലയിലേക്ക് മാറുന്നു. അപ്പോൾ അത് ഇന്ന് വളരുന്ന വിദ്യാർത്ഥികൾ ഒരു മാറ്റം ആരൊക്കെയുണ്ട്, അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം രാഷ്ട്രീയ രീതി. അപ്പോൾ ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് ഉപകരിക്കും. തീർച്ചയായിട്ടും ഒരു വിദ്യാഭ്യാസത്തോടു കൂടിയുള്ള രാഷ്ട്രീയം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കോളേജ് രാഷ്ട്രീയം മുൻകാലങ്ങളിലൊക്കെ കോടതി നിയമങ്ങളടക്കം വേണയോ വേണ്ട എന്നൊരു ചർച്ച കുറേ കാലമായി നമുക്കിടയിൽ വന്നു തുടങ്ങിയിട്ട്. ഒരുപക്ഷെ എൻ്റെ അഭിപ്രായം എന്നുള്ളത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ആദ്യത്തെ കളരി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ തന്നെ കൊണ്ടുവരണം. എന്നാലേ ആ ഒരു രാഷ്ട്രീയത്തെ പ്രവർത്തനത്തിന് ഒരു അർത്ഥവത്തായ ഒരു കാര്യമുണ്ടാവുള്ളൂ. പിന്നീട് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് അവർക്ക് ഇറങ്ങിച്ചെന്നാൽ പറ്റും. അതോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പറ്റും, അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അവർക്ക് തീർച്ചയായിട്ടും വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ നല്ലൊരു രാഷ്ട്രീയ തലമുറ ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ പറ്റും. ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഒരു
നല്ല ഒരു മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടം. രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്നും അതെ അതെ ഒരു സാമൂഹിക പ്രവർത്തന രംഗങ്ങളിൽ മാത്രം ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അതാണ് മിസ്റ്റർ നൗഷാദ് കണ്ട സ്വപ്നം. അതെ അതെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ എനിക്ക് രാഷ്ട്രീയമായ ഒരു വായു ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ അത് കൂടുതൽ അതിൽ പ്രോത്സാഹനം നൽകാതെ ഞാൻ എൻ്റെ ബിസിനസ് പരമായ കാര്യങ്ങളോടൊപ്പം ഒരു രാഷ്ട്രീയം എന്ന ഒരു കാഴ്ചപ്പാടിലൂടെ നീങ്ങുന്നത് കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പ്രവാസ രംഗത്തേക്ക് കടന്നു വരാൻ സാധിച്ചതും. ഇവിടെ വന്ന ശേഷമാണെങ്കിലും ഞാൻ രാഷ്ട്രീയം വിട്ടിട്ടില്ല. രാഷ്ട്രീയമായിട്ട് സജീവമായ രാഷ്ട്രീയ രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. ബദിയടുക്ക എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം എൻഡോസൾഫാന്റെ അടുത്ത് കിടക്കുന്ന, തീർച്ചയായിട്ടും ബദിയടുക്ക വളരെ പ്രത്യേകതയുള്ള ഒരു ഗ്രാമമാണ് ബദിയടുക്ക എന്ന് പറയുന്നത്. ശരിക്കും നല്ലവരായ ഗ്രാമവാസികൾ, നിഷ്കളങ്കരായ ഗ്രാമവാസികൾ, കന്നഡയും തുളുവും ഒക്കെ മലയാളവും ഇടകലർന്ന് സംസാരിക്കുന്ന മലയാളികൾ ബദിയടുക്കയിൽ ഒരുപാടുണ്ട്. കാരണം കൃഷിയാണ് അവരുടെ ഉപജീവന മാർഗം. ശരിക്കും ആ ബദിയടുക്ക താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ആ ബദിയടുക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് പ്രധാനമായി നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ ഭാഷക്കാരും, അതായത് ഈ ഭാഷ അടങ്ങിയ ഒരു പ്രത്യേക നാടാണ്. അവിടെ എല്ലാ ഭാഷക്കാരുണ്ട്, എല്ലാ ജാതി മതസ്ഥരുണ്ട്, അതുപോലെ എല്ലാ വിഭാഗക്കാരും അവിടെയുണ്ട്. നമുക്ക് എല്ലാ വിഭാഗക്കാരും കാണാനും പറ്റുന്ന, അവരോട് ഇടപെടാൻ പറ്റുന്നുണ്ട്. അവരുടെ സംസാരം, അവരുടെ പ്രവർത്തനം, എല്ലാ കാര്യങ്ങളും ഇടപെടുമ്പോൾ എല്ലാം പാവങ്ങളാണ്. കൂടുതലായിട്ടും പാവപ്പെട്ടവരാണ് അവിടെ, കൃഷിക്കാരാണ് കൂടുതലും. കൃഷി ജീവനമാർഗമായി കാണുന്ന ഒരു വലിയ സമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ താങ്കൾ പറഞ്ഞ പോലെ ഈ എൻഡോസൾഫാൻ എന്ന ഒരു ദുരിതം, അത് വലിയ ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഞങ്ങളൊക്കെ എൻഡോസൾഫാൻ സംബന്ധമായിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ വരുമ്പോൾ ഞങ്ങൾ കൂടെ പോകാറുണ്ടായിരുന്നു. പക്ഷേ അത് കാണാൻ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്ഥിതി. കുട്ടികൾ പല വികൃത രൂപത്തിലായിട്ടുണ്ട്. ഈ കുട്ടികളുടെ കഷ്ടപ്പാട് ഇവർക്ക് മാതാപിതാക്കൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതോടൊപ്പം സാമ്പത്തികമായിട്ട് അവർക്കൊരു വരുമാന മാർഗമില്ല. ഈ ഹോസ്പിറ്റൽ ചെലവ് വഹിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഇങ്ങനെ ഒരു വലിയ ഒരു പ്രശ്നം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഈ എൻഡോസൾഫാൻ സംബന്ധമായിട്ട്. കുറേയൊക്കെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും കുറേ കാര്യങ്ങൾ, കുറേ കുടുംബങ്ങൾ ഇതുമൂലം കഷ്ടപ്പെടുന്നുണ്ട്. കുട്ടിക്കാലം ഒന്ന് ഓർക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? കുട്ടിക്കാലത്തൊക്കെ നല്ലൊരു മനോഹരമായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാ മതസ്ഥരുണ്ടാകും. അപ്പോൾ നമുക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ള മതസ്ഥരുള്ള പരിപാടികൾ, ഇപ്പോൾ സുഹൃത്തുക്കൾ വിളിക്കും, ഹിന്ദു വിഭാഗത്തിന് ഒരു പരിപാടി ഉണ്ടായാലും അവർ വിളിക്കും, അവിടെ പോകും. അങ്ങനെ ഞാൻ പള്ളിയിൽ നിന്ന് വരേണ്ട അവർ ഇങ്ങോട്ട് വരും. തുടർന്ന് അങ്ങനെ ആ ഒരു മിക്സ്ഡ് ഇത് കൂടെയാണ് വളർന്നു വന്നത്. ഇന്ന് എന്തുകൊണ്ടോ അറിഞ്ഞു അറിയാതെ പല വിഭാഗങ്ങൾക്കും ഒരു വർഗീയ ചിന്താഗതി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രബോധനത്തിൻ്റെ കുറവെന്നാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ട ഒരു സമൂഹം മാറി തിരിഞ്ഞു നിന്ന് തമ്മിലടിക്കുന്നത് അതൊരു വർഗീയ രീതിയിൽ നമുക്ക് കാണാം. കേരളത്തിൽ തന്നെ 14 ജില്ലകൾ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ കാസർഗോഡ് ജില്ല ആയിരിക്കാം ഈ വർഗീയ ചിന്താഗതി കൂടുതലുള്ള ഒരു നാട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ അതിനെ എങ്ങനെ, നമുക്കത് ഒരു മാറ്റം നമുക്ക് ആഗ്രഹിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായ രാഷ്ട്രീയത്തിൻ്റെ പേരിലായിക്കോട്ടെ, ജാതിയുടെ പേരിലായിക്കോട്ടെ തമ്മിലടിച്ച് മരിക്കുന്ന ഒരു വിഭാഗം ഒരുപാട് പേരുണ്ട്. അവരുടെ ജീവൻ പോലും കളയുന്ന ഒരു അവസ്ഥ. തീർച്ചയായിട്ടും എത്രയോ അതിനൊക്കെ ഒരു മാറ്റം തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ. തീർച്ചയായിട്ടും ഈ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഈയിടെ തന്നെ എത്രയോ ഒരു ഏകദേശം 14-15 പേരാണ് ഈ വർഗീയ പ്രശ്നത്തിന് മൂലം മരിച്ചവരുടെ എണ്ണം, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പല മധ്യസ്ഥ ചർച്ചകളിലും ഞങ്ങൾ എടുക്കുമ്പോഴും ഈ ചെറിയ കാര്യങ്ങളിലാണ് ഈ പ്രശ്നം എടുക്കുന്നത്. സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ അവിടുന്ന്. അപ്പോൾ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതൊരു വർഗീയ ചിന്താഗതിയിലേക്ക് രണ്ട് വിഭാഗമായി അതിനെ മാറ്റുകയാണ് കാസർഗോഡ് ജില്ലയിൽ. അതിൽ ഒന്ന്, കൂടുതലും ഈ പഠിക്കാനുള്ള അവസരങ്ങളിൽ കലാലയങ്ങൾ പോവാതെ നാട്ടിൽ ചുറ്റിത്തിരിയുന്ന കുറച്ച് യുവാക്കളുണ്ടാവും. വേണ്ടത്ര ഒന്നവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല, രണ്ടാമത് അവർക്ക് ജോലി കിട്ടുന്നില്ല. ഇത് രണ്ടും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ പൊതുവെ അവരെ ഇങ്ങനെ വർഗീയ സാമൂഹ്യദ്രോഹ ഇങ്ങനെ ഈ രീതിയിലുള്ള വിഭാഗത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായപ്പോൾ നല്ല ഒരു ജില്ലാ കളക്ടർ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലും പോലീസ് മേധാവിയും നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്. അതോടൊപ്പം ജന നേതാക്കൾ, പ്രതിനിധികളടക്കമുള്ള നേതാക്കൾ ഇടപെടൽ കൊണ്ട് ഇപ്പോൾ ഒരു പരിധിവരെ നല്ല സൗഹാർദ്ദമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ എത്രത്തോളമാണ് സ്വാധീനിച്ചിട്ടുള്ളത്?
മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഒരു ഒരു ജീവിതത്തിൽ തന്നെ ഏറ്റവും ഒരു വിലമതിക്കാനാവാത്ത ഒരു സ്വത്ത് എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളെ എല്ലാ സമയത്തും നമുക്ക് അവരുടെ സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നവരില്ല. നമ്മളെ ഇതുവരെ വളർത്തി 10-20 വർഷക്കാലം വളർത്തി വിദ്യാഭ്യാസം നൽകി ഒരു ജോലിക്ക് വേണ്ടി പ്രയത്നിച്ച് ഒരു ജോലി നൽകി ഒരു നല്ല നിലയിലേക്ക് അവർ എത്തുമ്പോൾ ഇവർക്ക് വാർദ്ധക്യം വരികയാണ്. ഈ കാലയളവിൽ അവരെ ശുശ്രൂഷിക്കാൻ ആളില്ല. സ്വന്തം മകൻ്റെയും മകളുടെയും മാറോടം തീർന്നിരിക്കേണ്ട ആഗ്രഹിക്കുന്ന ഈ മാതാപിതാക്കൾ മറ്റുള്ള നഴ്സുമാരെ നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും നൽകിക്കൊണ്ടോ അവർ ശുശ്രൂഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. ഇത് ഒരിക്കലും ഇവർക്കൊരു ഗുണകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നില്ല. അവരുടെ വാർദ്ധക്യം അതോടൊപ്പം രോഗം ഇത് രണ്ടും ചേരുമ്പോൾ മാനസികമായിട്ട് അവർക്ക് വളരെ പ്രശ്നത്തിലാണ് മാതാപിതാക്കൾ കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ കേരള സമൂഹത്തിൽ പറയാനുള്ളത് ഈ സ്നേഹശൂന്യതയുടെ ഒരു കുറവാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവണത കണ്ടുവരുന്നത്. ഇന്ന് വരുന്ന വിദ്യാർത്ഥി സമൂഹമാവട്ടെ യുവാക്കളാവട്ടെ അവർ വിദ്യാഭ്യാസം പഠിക്കുന്നു, അതുപോലെ വിവിധ മേഖല തിരഞ്ഞെടുക്കുന്നു, ഡോക്ടറാകട്ടെ എഞ്ചിനീയറാകട്ടെ IAS ഉദ്യോഗസ്ഥരോട് എല്ലാം അവർ കണ്ടെത്തുന്നു. അതോടൊപ്പം സ്വന്തം മാതാപിതാക്കളുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം, അവരെ എങ്ങനെ നോക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഇന്നത്തെ വിദ്യാഭ്യാസത്തിലുമില്ല, അതോടൊപ്പം സമൂഹത്തിലും അങ്ങനത്തൊരു പ്രയോജനം കാണാൻ പറ്റുന്നില്ല. നേടാനുള്ളതെല്ലാം നേടുന്നു, പക്ഷേ നേടേണ്ടത് നമ്മൾ നേടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇസ്ലാം മതത്തിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളവരാണ് മാതാപിതാക്കൾ. പുണ്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെ ഛേ എന്ന വാക്ക് പോലും അമ്മയോട് പറയാൻ പാടില്ല എന്നാണ്. ആ ഒരു ഛേ എന്ന ഒരു വാക്ക് മതി അവരെ മനസ്സ് വിഷമിപ്പിക്കാൻ. അത്രത്തോളം പിന്നീട് ഒരിക്കൽ പ്രാധാന്യം മതവിഭാഗത്തിൽ തന്നെയുണ്ട്, ഏത് മതത്തിലായിക്കോട്ടെ. ഒരിക്കൽ പുണ്യ നബിയോട് ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ കടപ്പെട്ടത് ആരോടാണ് നബി എന്ന് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിൻ്റെ മാതാവിനോട്. പിന്നീടും അദ്ദേഹം ചോദിച്ചു, പിന്നെ ആരോടാണ് നബി? പിന്നീടും നബി തങ്ങൾ പറഞ്ഞു, മാതാവിനോടെന്നാണ്. പിന്നെ മൂന്നാമതും ചോദ്യകർത്താവ് ചോദിച്ചപ്പോൾ അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, നിൻ്റെ മാതാവിനോട്. നാലാമതും ചോദ്യകർത്താവ് ചോദ്യം ആവർത്തിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിൻ്റെ പിതാവിനോട്. ഇങ്ങനെ 3 തവണ മാതാവിനോടും 4ാമത്തെ പിതാവിനോടും കടന്നു വരുന്ന ഒരു വ്യാഖ്യാനമില്ലാത്ത വർണ്ണിക്കാനാവാത്ത ഒരു സുഹൃത്ത് ബന്ധമാണ് മാതാപിതാക്കളോട് നമ്മുടെ മതത്തിൽ തന്നെ കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരെ നമ്മൾ സ്നേഹിക്കേണ്ടവരാണ്, അവരെ പരിചരിക്കേണ്ടവരാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇന്ന് ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന സുഖാനുഭവങ്ങൾ തന്നെ അവരുടെ സ്നേഹമായിരിക്കാം, ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. അതുപോലെ തന്നെ അവരെ നമുക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, അത് യാതൊരു സംശയമില്ല. അതാണ് സത്യം. എങ്ങനെയായിരുന്നു ഈ പ്രവാസ ലോകത്തേക്ക് വന്നത്? കാരണം നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, സാമൂഹിക പ്രവർത്തനം നടത്തുന്നു. തീർച്ചയായും അതൊരു ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റാണ്. കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ പ്രവാസ ലോകത്തേക്ക് എന്തുകൊണ്ട് വന്നു? അതിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഫാദർ പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയം ഒക്കെ എല്ലാം നല്ലത് തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ ഒരു